10ാം ക്ലാസ്സിലെ ഐടിയിലെ 9ാമത്തെ ചാപ്റ്റർ ആണ് ചലിക്കും ചിത്രങ്ങൾ അഥവാ മൂവിംഗ് ഇമേജസ്. ഇതിനകത്ത് സിൻഫിക്സ് സ്റ്റുഡിയോ എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ചെയ്യേണ്ട പ്രവർത്തനങ്ങളാണ് വരാറുള്ളത്. നമുക്ക് വേഗത്തിൽ ചെയ്യാൻ പറ്റുന്നതും എന്നാൽ രസകരമായിട്ട് ചെയ്യാൻ പറ്റുന്നതുമായ ഒരു ചാപ്റ്റർ ആണ്. ആനിമേഷൻസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ നിന്ന് വരാറുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഏകദേശം കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്, അതായത് നിങ്ങളുടെ മോഡൽ ഐടി എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് ഓക്കെ, നമുക്ക് ആദ്യം ഈ ഒരു ചോദ്യം നോക്കാം. ക്രിയേറ്റ് an animation of a cloud moving away in the sky in Synfig Studio software which is given in exam documents folder in home. ഓക്കെ, ഇതിന് തന്നെ മലയാളം ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിലുള്ള sky.sifz എന്ന ഫയൽ സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയറിൽ ഫയൽ ഓപ്പൺ വഴി തുറന്ന് ആകാശത്ത് നിന്ന് ദൂരേക്ക് നീങ്ങിപ്പോകുന്ന മേഘത്തിന്റെ ആനിമേഷൻ തയ്യാറാക്കുക. ഓക്കെ, സൂചനകളായി കൊടുത്തിട്ടുള്ളത് മേഘത്തിന്റെ ചിത്രത്തിനായി ഹോമിലെ ഇമേജസ് 10 എന്ന ഫോൾഡറിലെ cloud.png എന്ന ചിത്രം ഉപയോഗിക്കുക. ഇതാ ഇവിടെ ഇംഗ്ലീഷ് ഉണ്ട്. ഫോർ ക്ലൗഡ് യൂസ് ദ ഇമേജ് cloud.png ഇൻ ദ ഇമേജസ് 10 ഫോൾഡർ ഇൻ ഹോം. അടുത്ത സൂചന നോക്കാം. ദൂരേക്ക് പോകുന്തോറും മേഘത്തിന്റെ വലുപ്പം ചെറുതായി വരുന്ന രീതിയിലാണ് ആനിമേഷൻ തയ്യാറാക്കേണ്ടത്. The animation should be done in such a way that the cloud gets smaller as it moves away. അടുത്തത് ആനിമേഷൻ പ്രവർത്തിപ്പിക്കുക. റൺ ദ ആനിമേഷൻ. അവസാനം റെൻഡർ ദ ആനിമേഷൻ ടു FLV ഫോർമാറ്റ്. ശ്രദ്ധിക്കുക, ഫോർമാറ്റ് എന്ന് പറയുന്നത് FLV ആണ്. FLV ഫോർമാറ്റ് ആൻഡ് സേവ്. എവിടെ? എക്സാം 10 എന്ന ഫോൾഡറിൽ നമ്മൾ ഇതിന് മുമ്പുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തതുപോലെ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ ആയിട്ട് സേവ് ചെയ്യണം. ഇത്തരത്തിൽ ആനിമേഷൻ തയ്യാറാക്കേണ്ട പ്രവർത്തനം ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് സിൻഫിക് സ്റ്റുഡിയോ ആണ്. ആദ്യം നമ്മൾ സിൻഫിക് സ്റ്റുഡിയോ എന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. സിൻഫിക് സ്റ്റുഡിയോ എങ്ങനെ ഓപ്പൺ ചെയ്യാം? ആപ്ലിക്കേഷൻസിലേക്ക് വരിക, ഇവിടെ ഗ്രാഫിക്സിലേക്ക് വരിക. മാറിപ്പോകരുത്, ആപ്ലിക്കേഷൻസ് ഗ്രാഫിക്സ്. ആ ഒരു ക്രമത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇവിടെ നിന്നും സിൻഫിക് സ്റ്റുഡിയോ എന്ന സോഫ്റ്റ്വെയർ കാണാം. അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻസ് ഗ്രാഫിക്സ് സിൻഫിക് സ്റ്റുഡിയോ. അപ്പോൾ നമ്മുടെ സിൻഫിക് സ്റ്റുഡിയോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി. ഇതൊരു 2D ആനിമേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഇതൊരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്, ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ കൂടിയാണ്. അതൊന്ന് മനസ്സിലാക്കി വെച്ചോ, ചിലപ്പം തിയറിയിൽ ചോദിച്ചേക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫയലിൽ ഓപ്പൺ കൊടുക്കാം. ഫയലിൽ ഓപ്പൺ, കാരണം നമ്മളോട് ആ ഒരു sky.sifz എന്ന് പറഞ്ഞ ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഫയലിൽ ഓപ്പൺ കൊടുക്കുക. എന്നിട്ട് ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിനകത്ത് അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ആ ഒരു ഫോൾഡറിനകത്ത് ഇവിടെ കണ്ടില്ലേ sky.sifz എന്ന് കാണാം. അത് ഒന്നിക്കൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ ഓപ്പൺ ഉണ്ട് അത് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇതൊന്ന് ക്ലിക്ക് ചെയ്തു, എന്നിട്ട് മുകളിലുള്ള ഓപ്പൺ എന്നത് കൊടുക്കുന്നു. അപ്പോൾ നമുക്കിത് ആ ഒരു ഫയൽ ഓപ്പൺ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ നമ്മളോട് പറഞ്ഞത്? മേഘത്തിന്റെ ചിത്രത്തിനായി ഹോമിലെ ഇമേജസ് 10 ഫോൾഡറിലെ cloud.png എന്ന ചിത്രം ഉപയോഗിക്കാം. അപ്പോൾ ഇത്തരത്തിലൊരു PNG ഇമേജ് ഒക്കെ നമുക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫയലിൽ ഇമ്പോർട്ട് എന്ന ഓപ്ഷൻ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ PNG പോലുള്ള ഇത്തരം ചിത്രങ്ങൾ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചിത്രം ഇമ്പോർട്ട് ചെയ്യാൻ ഫയലിൽ ഇമ്പോർട്ട് കൊടുക്കുക. ഫയലിൽ ഇമ്പോർട്ട്. ഇനി എവിടെയാണ് അതുള്ളത്? നമ്മുടെ ഹോമിലെ, ഇവിടെ ഹോം ഉണ്ട്. ഹോമിലെ ഇമേജസ് 10 എന്ന ഫോൾഡർ കാണാമല്ലോ. ഈ ഇമേജസ് 10 എന്ന ഫോൾഡറിനകത്ത് ഇതാ കുറേ ചിത്രങ്ങളുണ്ട് അല്ലേ. ഇതിൽ നമ്മളോട് പറഞ്ഞത് cloud.png എന്ന ചിത്രമാണ്. cloud.png. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇമ്പോർട്ട് കൊടുത്താലും മതി. ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇമ്പോർട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ ക്ലൗഡ് ഇതാ ഇവിടെ വന്ന് നിന്നിട്ടുണ്ട്. ഈ ഒരു ക്ലൗഡിൻ്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാ ഇവിടെ കുറച്ച് നോഡ് ഉണ്ട്. ഇതിൽ ഈ നോഡിനെ പിടിച്ച് വലിച്ചിട്ട് നമുക്കിത് ഇവിടെ വെക്കാം. ഓക്കെ, ഇനി നമ്മളോട് ചോദ്യത്തിൽ എന്താ പറഞ്ഞത്? ഈ ഒരു ചോദ്യത്തിൽ പറഞ്ഞത് പ്രകാരം നമ്മുടെ ഈ ആനിമേഷൻ ചെയ്യുമ്പം ഈ ഒരു ക്ലൗഡ് ദൂരെ പോകുന്നതിനനുസരിച്ചിട്ട് ഇത് ചെറുതായി പോകണം. അങ്ങനെയാണ് ആനിമേഷൻ തയ്യാറാക്കേണ്ടതെന്നാണ് പറഞ്ഞത്. നമ്മുടെ ക്ലൗഡ് ഇതാ ഇവിടെയുണ്ട്. ഇനി നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ താഴെ ഒരാളെ കണ്ടോ, ഒരു പച്ച മനുഷ്യൻ. ഈ ചങ്ങായിയെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ചങ്ങായി ഒരൊറ്റ ഓട്ടം ഓടുന്നത് കാണാലോ. ഈ ചങ്ങായി ഓടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ 0 എന്നാണ് ഉള്ളത്. അതായത് 0 ഫ്രെയിമിൽ നമ്മുടെ ക്ലൗഡ് ഇതാ ഇവിടെയാണ് ഉള്ളത്. ഇനി നമ്മൾ ഈ 0 മാറ്റിയിട്ട് 120 എന്നാക്കുക. ഓക്കെ, 120 അങ്ങനെ ആക്കുക. എന്നിട്ട് ഒന്ന് എൻ്റർ കീ പ്രസ് ചെയ്യുക. അതിനുശേഷം ഈ ക്ലൗഡിനെ പിടിച്ച് വലിച്ച് കുറച്ച് ദൂരെ വെക്കാം. ഓക്കെ, അതിനുശേഷം നമ്മളോട് പറഞ്ഞത് ദൂരെ പോകണം. ദൂരെ പോകുമ്പോൾ ഇത് ചെറുതാവുകയും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചൊന്ന് ചെറുതാക്കാം. ഓക്കെ, ഇത്രയും കഴിഞ്ഞല്ലോ. അതിനുശേഷം ഈ ചങ്ങായി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചങ്ങായിയോട് പറയാം ഒന്ന് അവിടെ വെയിറ്റ് ചെയ്യുമെന്ന് പറയാം. ഒന്ന് ക്ലിക്ക് ചെയ്യാം. ചങ്ങായിയോട് അടങ്ങി അവിടെ നിൽക്കാൻ പറയാം. ഓക്കെ, ഇത്രയേ ചെയ്യാനുള്ളൂ. ഇനി നമുക്ക് ഇതാ ഇവിടെ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സീക്ക് ടു പ്രീവിയസ് കീ ഫ്രെയിം എന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ പ്ലേ ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യാം.
ഇപ്പം കണ്ടില്ലേ, ഇതാ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോ, 0 ഫ്രെയിമിൽ നിന്നും ഇത് 120ാമത്തെ ഫ്രെയിമിലേക്ക് എത്തുന്ന സമയത്ത് ആ ക്ലൗഡ് ദൂരെ എത്തുകയും ചെയ്തു, അത് ചെറുതായി പോവുകയും ചെയ്തു. ഇത്രയല്ലേ നമ്മളോട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് നമ്മൾ സേവ് ചെയ്യണം. എങ്ങനെയാണ് സേവ് ചെയ്യേണ്ടത്? ചോദ്യത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, റെൻഡർ ദ ആനിമേഷൻ ടു FLV ഫോർമാറ്റ്. ഓക്കെ, ഇതാ മലയാളത്തിൽ ഇവിടെ ഉണ്ട്, ഈ ആനിമേഷൻ FLV ഫോർമാറ്റിൽ റെൻഡർ ചെയ്യാനാണ് പറഞ്ഞത്. ശ്രദ്ധിക്കണം, റെൻഡർ. ഓക്കെ, മാറിപ്പോവരുത്. ഫയലിലേക്ക് പോവുക, ഇവിടെ റെൻഡർ ഉണ്ട്, ഫയലിൽ റെൻഡർ കൊടുക്കാം. അതിനുശേഷം ഇവിടെ ചൂസ് എന്ന് കാണും, ഈ ഫയൽ നെയിമിന്റെ നേരെ ഇവിടെ ചൂസ് എന്ന് കാണാം. ഈ ചൂസ് എന്നത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് എവിടെയാ പറഞ്ഞത്, നമ്മുടെ ഹോമിലെ exam10 എന്ന ഫോൾഡറിനകത്ത് ഇവിടെ കണ്ടോ, സ്കൈ എന്നത് മാറ്റിയിട്ട് നമ്മുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കാം. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുത്തു, അണ്ടർസ്കോർ കൊടുത്തു, എത്രാമത്തെ ആണോ ചോദ്യം ആ ഒരു ചോദ്യ നമ്പർ കൊടുക്കാം. എന്നിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇവിടെ .png അല്ല കൊടുക്കേണ്ടത്, ഈ PNG എന്നത് മാറ്റിയിട്ട് FLV എന്ന് കൊടുക്കുക. ചോദ്യത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ആനിമേഷൻ FLV ഫോർമാറ്റിലാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് അവിടെ .FLV എന്ന് തന്നെ കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെ റെൻഡർ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം, ഇത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ റെൻഡറിങ് എന്ന് കാണാമല്ലോ, ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ആ റെൻഡറിങ് എന്നത് ഇപ്പോൾ ഫയൽ റെൻഡേർഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം. ഇതാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രവർത്തനം തീർന്നു. ഇനി നമുക്കിതൊന്ന് നോക്കാം, അത് റെഡിയായി വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. അതിനായിട്ട് ഹോമിലേക്ക് പോകുന്നു. ഹോമിലെ exam10 എന്ന ഫോൾഡറിനകത്ത് ഇതാ നമ്മൾ റെൻഡർ ചെയ്ത FLV ഫോർമാറ്റിലുള്ള ആ ഒരു ആനിമേഷൻ ഇവിടെയുണ്ട്. അത് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ ആണല്ലോ, അത് ദൂരെ പോകുമ്പോൾ അത് ചെറുതായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആ ഒരു പ്രവർത്തനം ചെയ്തു കഴിഞ്ഞു. സോഫ്റ്റ്വെയർ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കുന്ന വീഡിയോയുടെ ആദ്യ ഭാഗത്ത് ടൈറ്റിൽ ചേർക്കുന്നതിനായി സോഫ്റ്റ്വെയർ ഫ്രീഡം ഡേ എന്ന ഒരു ആനിമേഷൻ ടൈറ്റിൽ ചുവടെ നൽകിയ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സിൻഫിക്സ് സ്റ്റുഡിയോ സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കുക. ആദ്യത്തേത് അനുയോജ്യമായ പശ്ചാത്തല നിറം നൽകുക. ഓക്കെ, പ്രിപ്പയർ എ സ്യൂട്ടബിൾ ബാക്ക്ഗ്രൗണ്ട്. അടുത്തത് സോഫ്റ്റ്വെയർ ഫ്രീഡം ഡേ എന്ന വാചകത്തിനായി ഹോമിലെ images10 എന്ന ഫോൾഡറിലെ sfd.png എന്ന ചിത്രം ഉപയോഗിക്കുക. ഓക്കെ, യൂസ് ദ ഇമേജ് sfd.png given in the images10 folder in home for software freedom day banner. അടുത്തത് എന്താ, സോഫ്റ്റ്വെയർ ഫ്രീഡം ഡേ എന്ന വാചകം ക്യാൻവാസിന്റെ മധ്യഭാഗത്ത് നിന്ന് സൂം ചെയ്ത് ക്യാൻവാസിന്റെ മധ്യഭാഗത്തിൽ തന്നെ വലുതായി വന്നു നിൽക്കുന്ന രീതിയിൽ ആനിമേഷൻ തയ്യാറാക്കി പ്രവർത്തിപ്പിക്കുക. ക്രിയേറ്റ് an animation in such a way that the banner zooms in and fills the entire canvas. Run the animation. അത്രയാണ് പറഞ്ഞത്. എന്നിട്ട് സേവ് ദ ഫയൽ ഇൻ SIFZ ഫോർമാറ്റ് ഇൻ ദ exam10 ഫോൾഡർ. ഈ ആനിമേഷൻ ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ രജിസ്റ്റർ നമ്പർ, ചോദ്യ നമ്പർ ഒക്കെ ആക്കിയിട്ട് ആ ഫയൽ നെയിമിൽ SIFZ ഫോർമാറ്റിൽ സേവ് ചെയ്യാനാണ് പറഞ്ഞത്. ആദ്യം ആപ്ലിക്കേഷൻസിലേക്ക് പോവാം. ആപ്ലിക്കേഷൻസിൽ ഗ്രാഫിക്സിൽ ഇവിടെ നമുക്ക് സിൻഫിക്സ് സ്റ്റുഡിയോ എന്ന സോഫ്റ്റ്വെയർ കാണാം. സിൻഫിക്സ് സ്റ്റുഡിയോ എന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ എന്താ ചോദ്യത്തിൽ ആദ്യം പറഞ്ഞത്, അനുയോജ്യമായ പശ്ചാത്തലം തയ്യാറാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതിനായിട്ട് നമുക്കിതാ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ വരക്കാനുള്ള ടൂൾ ഉണ്ട്, റെക്റ്റാങ്കിൾ ടൂൾ. ഈ റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ചിട്ട് ഇവിടെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. ഇതാ ഇത്തരത്തിൽ ഫുള്ളായിട്ടൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. ഇപ്പം ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ട് അല്ലേ. ഇനി ഈ റെക്റ്റാങ്കിളിന് എനിക്ക് കളർ കൊടുക്കണം. അതിനായിട്ട് ഇതാ ഇവിടെ കണ്ടോ കളർ, ഇവിടെ വൈറ്റ് ആണല്ലേ ഉള്ളത്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ HSV, ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഈ HSV എന്ന ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കളർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നമുക്ക് ആവശ്യമായിട്ടുള്ള കളർ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഞാനിതാ ഈ ഒരു കളർ കൊടുത്തു. എന്നിട്ട് ഈ ഒരു വിൻഡോ അങ്ങ് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കളർ കൃത്യമായിട്ട് അവിടെ വന്നു. ബാക്ക്ഗ്രൗണ്ട് നമ്മൾ റെഡിയാക്കി. ഇനി നമുക്ക് അടുത്തത് എന്താ പറഞ്ഞത്, യൂസ് ദ ഇമേജ് sfd.png. ഓക്കെ, അപ്പോൾ ആ ഒരു ഇമേജ് നമുക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയലിൽ ഇമ്പോർട്ട് കൊടുക്കുക. ഓക്കെ, ഫയലിൽ ഇമ്പോർട്ട്. അപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്, ഹോമിലെ images10 എന്ന ഫോൾഡറിനകത്ത് നിന്നും sfd.png, ഇതാണ് നമ്മുടെ ആ ഒരു PNG ചിത്രം. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇമ്പോർട്ട് കൊടുക്കാം. ഞാനിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. സൂം ചെയ്ത് ക്യാൻവാസിന്റെ മധ്യഭാഗത്തിൽ തന്നെ വലുതായി വന്ന് നിൽക്കുന്ന രീതിയിൽ ആനിമേഷൻ തയ്യാറാക്കി പ്രവർത്തിപ്പിക്കുക എന്നാണ് പറഞ്ഞത്. ഇതിനെ ആദ്യം നമുക്കൊന്ന് ചെറുതാക്കാം. ഓക്കെ, ഇതിനെ ആദ്യം നമുക്കൊന്ന് ചെറുതാക്കാം. ഇവിടെ പിടിച്ച് കുറച്ച് ചെറുതാക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ പിടിച്ച് ഇങ്ങോട്ടേക്ക് താഴ്ത്തി കഴിഞ്ഞാൽ അത് ചെറുതാവും. ഓക്കെ, എന്നിട്ട് ഇത് വലുതായിട്ട് നമ്മുടെ ക്യാൻവാസിൽ വലുതായി വന്ന് നടുവിൽ തന്നെ നിൽക്കുന്ന രീതിയിലാണ് തയ്യാറാക്കേണ്ടത്. ഈ ചങ്ങായിയോട് പറയാം, ഈ ചങ്ങായിയോട് ഓടാൻ പറയണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇതിനെ ടേൺ ഓൺ ആനിമേറ്റ് എഡിറ്റിംഗ് മോഡ് എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആനിമേറ്റ് എഡിറ്റിംഗ് മോഡ് ഓൺ ആവും. ഓക്കെ,
അപ്പോൾ ഇവിടെ നമുക്ക് റെഡ് കളറിലൊക്കെ കാണാം. അതേപോലെ ഈ ചങ്ങായി ചുവന്ന നിറത്തിൽ ഓടുന്നുണ്ട് അല്ലേ. അതായത് ഇപ്പോൾ ആനിമേറ്റ് എഡിറ്റിംഗ് മോഡ് ഓണിലാണുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഫ്രെയിം 120 എന്നാക്കുക. ഓക്കെ, 120ാമത്തെ ഫ്രെയിമിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഈ ഒരു ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് എവിടെ എത്തണം, നല്ല വലുതായി വരണം അല്ലേ. നല്ല വലുതായിട്ട് നമ്മുടെ നടുവിലായിട്ട്, ക്യാൻവാസിൻ്റെ നടുവിലായിട്ട് വലുതായി നിൽക്കണമെന്നാണ് പറഞ്ഞത്. ഇത്രയും ചെയ്തല്ലോ. അതിനുശേഷം നമ്മുടെ ഈ ചങ്ങായിയോട് പറയാം, ആ മതി ഓടേണ്ട, അവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അവിടെ നിന്നു. ഇനി നമുക്ക് ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ ഇവിടെ സീക്ക് ടു പ്രീവിയസ് കീ ഫ്രെയിം എന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ടൊന്ന് പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കാം. സെറ്റ് ആയാലോ. അപ്പോൾ നടുവിൽ നിന്ന് അത് വലുതായിട്ട് നമ്മുടെ ക്യാൻവാസിൽ വലുതായി വന്ന് നിൽക്കുന്ന വിധത്തിൽ നമ്മൾ തയ്യാറാക്കി. ഇനി എന്താ നമ്മളോട് പറഞ്ഞത്, റെൻഡർ ചെയ്യാനാണോ പറഞ്ഞത്? അല്ല, സേവ് ദ ഫയൽ SIFZ ഫോർമാറ്റ്. SIFZ ഫോർമാറ്റിൽ ഇത് സേവ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യണം, ഫയലിൽ ജസ്റ്റ് സേവ് കൊടുത്താൽ മതി. ഫയലിൽ സേവ്. ഓക്കെ, സിൻഫിക്സ് സ്റ്റുഡിയോയിൽ ഫയലിൽ സേവ് കൊടുത്തു കഴിഞ്ഞാൽ അത് SIFZ ഫോർമാറ്റിലാണ് സേവ് ആവുക. അപ്പോൾ ഫയലിൽ സേവ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ഹോമിലെ exam10 എന്ന ഫോൾഡർ ഉണ്ട്. exam10 എന്ന ഫോൾഡറിലേക്ക് വരിക. ഇവിടെ എന്താ കൊടുക്കേണ്ടത്, നമ്മുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കണം. രജിസ്റ്റർ നമ്പർ കൊടുത്തു, അണ്ടർസ്കോർ കൊടുത്തു, ക്വസ്റ്റ്യൻ നമ്പർ എത്രയാമത്തെയാണോ ക്വസ്റ്റ്യൻ ആ ഒരു ക്വസ്റ്റ്യൻ നമ്പർ കൃത്യമായിട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതാ ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാം SIFZ, ആ ഒരു ഫോർമാറ്റിൽ തന്നെയാണ് ഇത് വരുന്നത്. അതുകൊണ്ട് സേവ് കൊടുത്താൽ മതി. ഓക്കെ, സേവ് കൊടുക്കുക. ഇത്രയേ ചെയ്യാനുള്ളൂ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രവർത്തനവും കംപ്ലീറ്റ് ആയി. In Synfig Studio software, create an animation of a train moving through the track. Use the file track.sifz which is given in the exam documents folder in home. Okay, ഇതിൻ്റെ മലയാളം ഇവിടെ ഉണ്ട്. അതായത് ട്രാക്കിലൂടെ നീങ്ങിപ്പോകുന്ന ട്രെയിനിൻ്റെ ആനിമേഷൻ തയ്യാറാക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫയൽ നമുക്ക് track.sifz എന്ന പേരിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സൂചന, ട്രെയിനിൻ്റെ ചിത്രത്തിനായി ഹോമിലെ images10 എന്ന ഫോൾഡറിലെ train.png എന്ന ചിത്രം ഉപയോഗിക്കുക. For the image of the train, use the image train.png given in the images10 folder in home. അടുത്തത് ആനിമേഷൻ പ്രവർത്തിപ്പിക്കുക. റൺ ദ ആനിമേഷൻ. എന്നിട്ട് എന്താ പറഞ്ഞത്, ഈ ആനിമേഷൻ FLV ഫോർമാറ്റിൽ റെൻഡർ ചെയ്യാനാണ് പറഞ്ഞത്. റെൻഡർ ദ ആനിമേഷൻ ടു FLV ഫോർമാറ്റ് ആൻഡ് സേവ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇത് വന്ദേ ഭാരത് ആണെന്ന് തോന്നുന്നു ട്രെയിൻ കണ്ടിട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു വന്ദേ ഭാരതിനെ ഓടിക്കുന്ന ആനിമേഷൻ തയ്യാറാക്കണം. ആദ്യം സിൻഫിക് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യണം. ആപ്ലിക്കേഷൻസിലേക്ക് പോവുക, ഗ്രാഫിക്സിലേക്ക് വരിക. ഇവിടെ നിന്നും സിൻഫിക് സ്റ്റുഡിയോ എന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം എന്താ വേണ്ടത്, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഫയലിൽ ഓപ്പൺ ഉപയോഗിച്ചിട്ട് track.sifz എന്ന ആ ഒരു SIFZ ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കണം. ഓക്കെ, അതിനായിട്ട് ഫയലിൽ ഓപ്പൺ കൊടുക്കുക. ഫയലിൽ ഓപ്പൺ, ഹോമിലെ ചോദ്യത്തിൽ കൃത്യമായി പറഞ്ഞതാണ്, ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിനകത്ത് ഇവിടെ track.sifz എന്ന ഫയൽ കാണാം. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഓപ്പൺ കൊടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ അതിവിടെ ഓപ്പൺ ചെയ്തെടുത്തു. ഇനി നമ്മളോട് എന്താ പറഞ്ഞത്, ഫോർ ദ ഇമേജ് ഓഫ് ദ ട്രെയിൻ യൂസ് ദ ഇമേജ് train.png. എവിടെയുള്ളത്, images10 എന്ന ഫോൾഡറിൽ train.png എന്ന ചിത്രമുണ്ട്. അത് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യണം. ഫയലിൽ ഇമ്പോർട്ട് കൊടുക്കുക. ഫയലിൽ ഇമ്പോർട്ട്. എന്നിട്ട് ഹോമിലെ images10 എന്ന ഫോൾഡറിനകത്ത് എവിടെയുള്ളത് train.png എന്ന ചിത്രം കാണാം. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ട്രെയിൻ ഇവിടെ വന്നു. ഇനി ഈ ട്രെയിനിന് എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇപ്പം ട്രെയിൻ റോട്ട് മേലാണുള്ളത്. ഓക്കെ, റോഡിന് മുകളിലോട്ട് ട്രെയിൻ പോലാലോ. അതുകൊണ്ട് നമുക്കിതിനെ ഈ ഒരു നോഡ് പിടിച്ച് വലിച്ചിട്ട് ട്രാക്കിന് മുകളിലാക്കിയിട്ട് വെക്കാം. ഓക്കെ, ഞാനിതാ ഇവിടെ ആക്കിയത് വെച്ചു. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ട്രെയിന് ഇങ്ങോട്ടേക്ക് ഓടിപ്പോകുന്ന ആ ഒരു ആനിമേഷനാണ് നമുക്ക് തയ്യാറാക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ഈ ആനിമേറ്റ് എഡിറ്റിംഗ് മോഡ് എന്ന ഈ ചങ്ങായിയോട് ഓടാൻ പറയണം. ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ചങ്ങായി ചുവന്ന നിറത്തിൽ ഓടുന്നുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഇവിടെ ഈ ഫ്രെയിം 120 എന്നാക്കി കൊടുക്കണം. ഓക്കെ, 120 എന്നാക്കുക. എന്നിട്ട് ഈ ട്രെയിനിൻ്റെ ഈ നോഡ് പിടിച്ച് ഇങ്ങോട്ടേക്ക് വലിക്കണം. അങ്ങോട്ടേക്ക് വലിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളിങ്ങനെ വലിക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ അങ്ങോട്ടോ കൈ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രെയിനിങ് എയറിലേക്കൊക്കെ എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ആകാശത്തോട്ട് നമ്മുടെ ട്രെയിന് പോകണ്ടാലോ. അതുകൊണ്ട് നിങ്ങളിങ്ങനെ വലിക്കുന്ന സമയത്ത് നിങ്ങളുടെ കീബോർഡിലെ ഷിഫ്റ്റ് കീ ഉണ്ടല്ലോ, അതൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊന്ന് വൃത്തിയിൽ നേരെ ഇങ്ങോട്ടേക്ക് ആക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഞാനിത് ഇങ്ങോട്ടേക്ക് മാറ്റുന്നു. ഓക്കെ, ട്രെയിൻ അങ്ങോട്ടേക്ക് എത്തി. ഇത്ര പോരെ. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഈ ചങ്ങായിയോട് അവിടെ നിൽക്കാൻ പറയാം. ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അയാൾ അനങ്ങാതെ നിന്നോളും. ഇവിടെയുള്ള സീക്ക് ടു ബിഗിൻ എന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താലും മതി. ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഫസ്റ്റ് എത്തി. ഇനി പ്ലേ ചെയ്യാം.
അപ്പോൾ നമ്മുടെ ട്രെയിന് വന്ദേ ഭാരതോ ഏതോ ട്രെയിൻ ആയിക്കോട്ടെ, ആ ഒരു ട്രെയിൻ ട്രാക്കിലൂടെ വൃത്തിയിൽ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഇതെങ്ങനെ സേവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്? ഏതാ? റെൻഡർ ദ ആനിമേഷൻ ടു FLV ഫോർമാറ്റ്. FLV ഫോർമാറ്റിൽ റെൻഡർ ചെയ്യണം. അതിനായിട്ട് ഫയലിൽ റെൻഡർ കൊടുക്കുക. ഫയലിൽ റെൻഡർ. ഓക്കെ, റെൻഡർ കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ചൂസ് കൊടുക്കുക അല്ലേ? ഫയൽ നെയിമിന് നേരെ ഇവിടെയുള്ള ചൂസ് കൊടുക്കുക. എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്? ഹോമിലെ exam10 എന്ന ഫോൾഡറിനകത്ത്. ഇവിടെ എന്ത് പേരാണ് നമുക്ക് കൊടുക്കേണ്ടത്? നമ്മുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക, അണ്ടർസ്കോർ കൊടുക്കുക, ചോദ്യ നമ്പർ എത്രയാണോ ആ ഒരു ചോദ്യ നമ്പർ കൂടി കൊടുക്കുക. ശ്രദ്ധിക്കണം, .png അല്ല നമുക്ക് വേണ്ടത്, .flv. ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് FLV ഫോർമാറ്റിലാണ് റെൻഡർ ചെയ്യേണ്ടത്. .flv എന്ന് തന്നെ കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഓക്കെ എന്ന ബട്ടൺ ഉണ്ട്, അത് കൊടുക്കുക. അത്രയും ചെയ്ത ശേഷം ഇവിടെ താഴെ റെൻഡർ എന്ന ബട്ടൺ കാണാം. ഈ റെൻഡർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇത്രയും വേണ്ടു. ഇവിടെ റെൻഡറിങ് എന്ന് കാണാം, ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അത് റെൻഡേർഡ് സക്സസ്ഫുള്ളി, അത് റെൻഡറായി കഴിഞ്ഞു. ഇത്രയേ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ. മറ്റൊരു IT വീഡിയോയുമായി വീണ്ടും കാണാം.